കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവമുമ്പാകെ കടന്നു വരാൻ, അവിടുത്തെ ശബ്ദം കേൾക്കാൻ, കർത്താവ് നമ്മെ നടത്തുന്ന വിധങ്ങൾ ഓർക്കാൻ ഒക്കെ നൽകുന്ന സാവകാശം ഏറ്റവും ഉന്നതമാണ്. ദൈവത്തിന് സഹോദരങ്ങളെ ഇഷ്ടം പോലെ വഴികളുണ്ട്. നമ്മുടെ വഴികളൊക്കെ അഫലമാകുമ്പോൾ ദൈവത്തിൻ്റെ വഴികൾ തികവുള്ളതാണ്. ഒത്തിരി വഴിയുണ്ട്, അത് ഉന്നതമാണ്, ശ്രേഷ്ഠമാണ്. ആഴമായ ദൈവത്തിൻ്റെ വഴികൾ ഇന്ന് പകലും എനിക്ക് വേണ്ടി വെളിപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി സർവശക്തനായ ദൈവത്തിന് നമ്മളെ ആദരിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ തയ്യാറാകട്ടെ. ഉന്നതനായ ദൈവം, ഉയർന്നിരിക്കുന്ന ദൈവം, ശാശ്വതവാസി, ഉയർത്തുന്ന തനിക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി കരം നീട്ടി അവരെ ആദരിക്കുന്ന ഒരു കരം ഉയരത്തിലുണ്ട്. ഇന്നും കുറുകെ പോകാത്ത ആ ശ്രേഷ്ഠഭുജത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. വല്ലഭത്വത്തിൻ്റെ ശ്രേഷ്ഠതയുടെ അക്കരം നമുക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തി എല്ലാ നാളും നമ്മളെ ആദരിക്കും എന്നുള്ളതിന് സംശയമില്ല. തകർന്നും നുറങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ നിരസിക്കാത്ത ഒരു ദൈവമുണ്ട്. ഹൃദയത്തിൻ്റെ തകർച്ച ആർക്കും അറിയാതിരിക്കുമ്പോൾ ദീർഘമായ ശ്വാസത്തിൻ്റെ അർത്ഥം പോലും അറിഞ്ഞ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിക്കുന്ന ദൈവശബ്ദത്തിൻ്റെ ആഴം ഇന്ന് പകലിലും ഒന്ന് വെളിപ്പെട്ടു വരാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് ഉദാഹരണങ്ങളുടെ ദൈവമാണ്. അവിടുത്തെ കരം നീട്ടിയാൽ വചനം പറയുന്നു, അതിനെ തിരിച്ചു മടക്കാൻ ആർക്കും സാധ്യമല്ല. എൻ്റെ കരം നീട്ടിയിരിക്കുന്നു, അതിനെ മടക്കുന്നതാര്? ഞാൻ നിർണയിച്ചിരിക്കുന്നു, അതിനെ ദുർബലമാക്കുന്നതാര്? അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും അവിടുത്തെ മുൻപാകെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ ഒന്ന് നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകും. ചെങ്കടലും ആ ദൈവത്തിൻ്റെ കരം ഇറങ്ങി വന്നില്ലേ? മരുഭൂമിയിലും ഇറങ്ങി വന്നില്ലേ? ശത്രു രാജ്യങ്ങളുടെ നടുവിലൂടെ ജനത്തിന് പോകേണ്ടി വന്നപ്പോഴും തൻ്റെ ജനത്തിനു വേണ്ടി ആ കരത്തിൻ്റെ വല്ലഭത്വം വെളിപ്പെട്ടു വന്നില്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിലും നിരവധി വിഷയങ്ങളിൽ ഭയപ്പെടുന്ന, ഭാരപ്പെടുന്ന, ധൈര്യം ചോർന്നു പോകുന്ന ചിലർക്ക് വേണ്ടി ആ കരം നീട്ടും. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ശതാധിപനോട് യേശോദാണ് പറഞ്ഞത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എവിടൊക്കെ യേശു അവിടുത്തെ പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ, ജനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ മേൽ ശക്തമായ തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. 4 പേർ ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നപ്പോൾ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് യേശുവോട് അത്ഭുതം ചെയ്തില്ലേ? അങ്ങനെയെങ്കിൽ വിഷയങ്ങൾ കൊണ്ടുവരുന്ന തൻ്റെ ജനത്തിൻ്റെ വിശ്വാസം കണ്ടിട്ട് തള്ളിക്കളയത്തില്ല, നിരാശയോടെ പോകേണ്ടി വരില്ല. പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളുടെ വിഷയങ്ങൾ ധൈര്യത്തോടെ ഏൽപ്പിച്ചു കൊടുക്കൂ. ദൈവ സാന്നിധ്യം ഇന്ന് പകലിലും നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 20-ാമത്തെ വാക്യം, ഞാൻ സംസാരിക്കേണ്ടുവണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പേൻ. പൗലോസ്ലീഹ പറയുന്ന പ്രസ്താവന, പ്രാർത്ഥിക്കുക. എന്ത് പ്രാർത്ഥിക്കണം? സംസാരിക്കേണ്ടവണ്ണം സംസാരിക്കാൻ.
എനിക്ക് കൃപ നൽകുവാൻ പ്രാർത്ഥിക്കണം. തൊട്ടുമുമ്പത്തെ വാക്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഞാൻ ചങ്ങല ധരിച്ച സ്ഥാനാവധിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ വചനം നൽകപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കണം. ഒന്നാം വചനത്തിൻ്റെ ശക്തി വെളിപ്പെടാൻ, വചനത്തിൻ്റെ ആഴത്താൽ വിടുവിക്കപ്പെടാൻ, വചനത്തിൻ്റെ ആധികാരികത എൻ്റെ മേൽ എന്നിലൂടെ വെളിപ്പെട്ടു വരാൻ ഈ പകൽ പ്രാർത്ഥിക്കുമ്പോൾ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കാൻ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയും അതിൻ്റെ ആഴങ്ങളും പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടും വണ്ണം. ഞാൻ ഇന്ന് പകൽ തൻ്റെ ജനത്തെ നോക്കി ദൂത് വിളിച്ചു പറയുന്നു. ചില വിഷയങ്ങൾ മനുഷ്യമായി നമുക്ക് സംസാരിക്കാൻ അറിയില്ല. എങ്ങനെ സംസാരിക്കണം നമുക്ക് നോളജില്ല. എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങുന്നവരുണ്ട്. പക്ഷേ സംസാരിക്കേണ്ട വണ്ണം സംസാരിക്കാൻ, അതും പ്രാഗൽഭ്യത്തോടെ സംസാരിക്കാൻ. നോക്കൂ, മോശ വിക്കനായ മനുഷ്യനായിരുന്നു, തടിച്ച നാവുള്ളവനായിരുന്നു. എങ്ങനെ സംസാരിക്കണമെന്ന് മോശയ്ക്കറിയില്ലായിരുന്നു. പക്ഷെ ദൈവം ഒരു ഉറപ്പ് കൊടുത്തു. മോശയെ, നിന്റെ നാവിനോട് കൂടെ ഞാൻ ഇരിക്കും. ഞാൻ നിന്റെ നാവിൻ്റെ മേൽ എൻ്റെ അധികാരം വെളിപ്പെടുത്തും. യിരെമ്യാവ് എന്താ പറഞ്ഞത്? അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ. തൻ്റെ ആ ശൂന്യമായ അവസ്ഥ, പരാജയങ്ങളുടെ അവസ്ഥ അവിടുത്തെ മുൻപാകെ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ദൈവം എന്താ പറഞ്ഞത്? ഞാൻ നിന്റെ നാവിനോട് കൂടെ ഇരിക്കാം. എന്നിട്ട് യഹോവയായ ദൈവം തൻ്റെ നാവിനെ തൊടുകയാണ്. നാവിലേക്ക് അധികാരം വരികയാണ്. താൻ പ്രവചിക്കുമ്പോൾ, താൻ സംസാരിക്കുമ്പോൾ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുകയാണ്. വചനത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുകയാണ്. ദൂത് ശക്തമാകുകയാണ്. അരമനയിൽ അത് വെളിപ്പെടുകയാണ്. രാജ്യങ്ങളോട് വിളിച്ചു പറയുകയാണ്. ഇന്ന് പകലും ജനത്തോട് പറയാനുള്ള ദൂത്. ഫറവോന്റെ കൊട്ടാരത്തിൽ മോശ ചെന്നില്ലേ? പറയേണ്ടത് പറഞ്ഞ് മോശ പറഞ്ഞ വചനത്തിൻ്റെ ശക്തിയുടെ വെളിപ്പാടുകൾ മോശയുടെ നാവിന്മേൽ ദൈവം അധികാരത്തിൻ്റെ ദൂത് നൽകിയെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു. ദൈവശക്തിയുടെ ദൂതുകൾ പ്രാർത്ഥനാ മുറിയിൽ ഇങ്ങനെ വിളിച്ചു പറ, ഞാൻ സംസാരിക്കേണ്ട പോലെ സംസാരിക്കാൻ, അതുപോലെ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ദൈവമേ എന്നെ ഇടയാക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ചില ഭൂകമ്പങ്ങൾ നടക്കണം. പൗലോസും ശീലാസും ഒക്കെ പ്രാർത്ഥിച്ചപ്പോൾ അടിത്തറകൾ ഇളകിപ്പോയതുപോലെ, അടിസ്ഥാനങ്ങൾ കുലുങ്ങിയതുപോലെ, ചങ്ങലകൾ അഴിഞ്ഞു വീണതുപോലെ, വാതിലുകൾ തുറന്നു വന്നതുപോലെ ഇന്ന് പകലും അത് സംഭവിക്കാൻ നമുക്ക് ദൈവം മുൻപാകെ ഏൽപ്പിച്ചു കൊടുക്കാം. സംസാരിക്കേണ്ടതുപോലെ സംസാരിക്കാൻ, സംസാരിക്കേണ്ടതുപോലെ സംസാരിക്കാൻ, കൃപ നൽകേണ്ടതിന്, ശക്തി നൽകേണ്ടതിന്, ബലം നൽകേണ്ടതിന്, ദൈവിക അധികാരം നൽകേണ്ടതിന്, ജ്ഞാനം നൽകേണ്ടതിന്, നിങ്ങളുടെ തലമുറകളുടെ മേൽ സംസാരിക്കേണ്ടവർ സംസാരിക്കാൻ, നിങ്ങളുടെ മിനിസ്ട്രിയിൽ സംസാരിക്കേണ്ടവർ സംസാരിക്കാൻ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സംസാരിക്കേണ്ടവർ സംസാരിക്കാൻ, നിങ്ങളുടെ ഔദ്യോഗിക മേഖലകളിൽ സംസാരിക്കേണ്ടവർ സംസാരിക്കാൻ, പരാജയപ്പെട്ട വിഷയങ്ങളിൽ സംസാരിക്കേണ്ടവർ സംസാരിക്കാൻ, ദൈവകൃപയോടെ സംസാരിക്കാൻ, ആത്മിക അധികാരത്തോടെ സംസാരിക്കാൻ, പരിശുദ്ധാത്മ ശക്തിയോടെ സംസാരിക്കാൻ ഇന്ന് പകലും ചിലരെ ദൈവം ബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങൂ. സംസാരിക്കേണ്ടതുപോലെ സംസാരിക്കാൻ, ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ, നടക്കേണ്ടതുപോലെ നടക്കാൻ, മൂവ് ചെയ്യേണ്ടതുപോലെ മൂവ് ചെയ്യാൻ, ചലിക്കേണ്ടതുപോലെ ചലിക്കാൻ, ചില വിഷയങ്ങളുടെ മേൽ തളർന്ന് കിടക്കാനല്ല എഴുന്നേൽക്കാൻ കൃപ നൽകേണ്ടതിന് പ്രാർത്ഥിച്ചു തുടങ്ങും. ദൈവം നിങ്ങളെ ടച്ച് ചെയ്യുക. യേശുവിൻ്റെ നാമത്തിൽ അധികാരത്തിൻ്റെ ശക്തി വ്യാപരിക്കുക. ഒരു സ്പിരിച്വൽ അതോറിറ്റി വെളിപ്പെടുക. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൻ്റെ ശക്തി ഇന്ന് പകൽ നിങ്ങളുടെ മധ്യ വെളിപ്പെടുന്നു. വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യൂ. യേശുവിൻ്റെ നാമത്തിൽ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്ത ചിലരുണ്ട്. ചെയ്തിട്ടും പരാജയപ്പെട്ട ചിലരുണ്ട്.
ചിലരുണ്ട്. പോയിട്ടും ഇനി നടക്കാതെ നിരാശയോടെ വീട്ടിൽ വന്ന ചിലരുണ്ട്. പക്ഷേ അതിനകത്ത് വിജയം നൽകാൻ ദൈവമേ അങ്ങയ്ക്ക് കഴിയും. പ്രാർത്ഥിച്ചു തുടങ്ങൂ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടുന്നു. നിങ്ങളുടെ തലമുറകളെ ടച്ച് ചെയ്യുന്നു. നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകുക. നിങ്ങളുടെ മേൽ വരുന്ന ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ തടയാൻ, വിവേകത്തിൻ്റെ ആത്മാവിനെ തടയാൻ, ദൈവകൃപയുടെ ആഴങ്ങളെ തടഞ്ഞു നിർത്താൻ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ലെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറ. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ, ഞങ്ങളുടെ തലമുറകളുടെ മേൽ, ഞങ്ങളുടെ അഭിഷക്തന്മാരുടെ മേൽ വെളിപ്പെടുത്തി സംസാരിക്കേണ്ടവണ്ണം സംസാരിക്കാൻ, മൂവ് ചെയ്യേണ്ടവണ്ണം മൂവ് ചെയ്യാൻ, ആത്മാവിൽ ശക്തിയോടെ നിൽക്കാൻ, അധികാരത്തോടെ നിൽക്കാനായിട്ട് ഞങ്ങളുടെ തലമുറകൾ യേശുവിൻ്റെ നാമത്തിൽ സ്വതന്ത്രരാകട്ടെ. അവരുടെ ബുദ്ധി മണ്ഡലം ചലിക്കേണ്ടതുപോലെ ചലിക്കാൻ, അവരുടെ ബുദ്ധി തുറക്കേണ്ടതുപോലെ തുറക്കാൻ, അവർക്ക് വരേണ്ട ജ്ഞാനത്തിൻ്റെ ആത്മാവ് വരേണ്ടതുപോലെ വരാൻ ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സകല തടസ്സങ്ങളെയും ആത്മാവിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി നസറേനായ യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടുത്തും. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, സംസാരിക്കേണ്ട പോലെ സംസാരിക്കാൻ, ദൈവകൃപയോടെ സംസാരിക്കാൻ, തുറക്കേണ്ട ബുദ്ധിമണ്ഡലം തുറക്കാൻ, ഞാൻ ആത്മാവിനാൽ നിറയ്ക്കാൻ ഈ പകൽ പ്രാർത്ഥിച്ചു തുടങ്ങൂ. ഇതുവരെയുള്ള പരാജയങ്ങളെ മാറ്റാൻ ദൈവാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ ടച്ച് ചെയ്യുന്നു. നിങ്ങളുടെ ശരീരത്തിലേക്ക്, നിങ്ങളുടെ ബ്രെയിനിലേക്ക് ദൈവമഹത്വം ഇറങ്ങുന്നു. ഈ വചനങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.